ഹലോ ഗായ്സ്, വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. അപ്പോൾ കുറേ നാളായല്ലോ കണ്ടിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമ്മുടെ SS ആണ്, അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ, അത് ഈസി ആയിട്ട് കഴിയും. ഇതിൻ്റെ പാർട്ട് 3 ഉടനെ അപ്ലോഡ് ചെയ്യും. ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അനഘ ആൻഡ് വെൽക്കം ടു അനഘ സ്റ്റഡി വേൾഡ്. നമുക്ക് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോർഷനാണ് നോക്കാനുള്ളത്. ഇവിടെയാണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പോയി കാണുക, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോഴേ നിങ്ങൾക്ക് ആദ്യത്തെ പോർഷനും സെറ്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഡ്രോൺ റീച്ചസ് ദ ഫാമർ, നൗ ലെറ്റ്സ് ഫ്ലൈ ആൻഡ് സോ. ഇനി എന്ത് ചെയ്യാം? പറന്നുകൊണ്ട് വിതയ്ക്കാം, കൊയ്യാം അല്ലേ? പാലക്കാടിൽ ഉള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അല്ലേ, ഒരു ന്യൂസാണ് ഇവിടെ കിടക്കുന്നത്. പാലക്കാടാണ് സ്ഥലം. എന്താ നടന്നത്? Now let's fly and sow. Seed sowing has been successfully carried out in the state through drone technology. Drone technologyയിലൂടെ എന്ത് നടക്കുന്നുണ്ട്? ഇപ്പോൾ വിത്ത് വിതയ്ക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. The main advantage is that it takes less time than the time taken for normal seed sowing. സാധാരണയായിട്ടൊരു മനുഷ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും സ്പീഡിലും സമയലാഭവും നമുക്ക് ഈ ഒരു ഡ്രോൺ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. The application of pesticides and fertilizers can be also done efficiently using drones. ഡ്രോൺസിനെ ഉപയോഗിച്ച് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ആപ്ലിക്കേഷനും നടക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഹാവ് യു റീഡ് ദ ന്യൂസ് ഗീവൺ എബവ്? മുകളിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾ വായിച്ചോ? Due to constant change in increasing world population, climate change and growth of technology, the agricultural activities also change. എന്തൊക്കെയാണ്? പല പല കാര്യങ്ങൾ കൊണ്ട്, വേൾഡ് പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട്, പിന്നെ ക്ലൈമറ്റ് കാലാവസ്ഥ മാറുന്നത് കൊണ്ട്, ടെക്നോളജിയിലൊക്കെ വികസനം ഉണ്ടാകുന്നത് കൊണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ കാരണം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും കാർഷിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. The agriculture sector in India has undergone a radical transformation in the last few decades. ഈ അടുത്തുള്ള നൂറ്റാണ്ടുകളായിട്ട്, അതായത് ഈ കുറച്ചിടെയായിട്ട് വളരെയധികം ഒരു വലിയ മാറ്റം തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയിൽ കാണാനായിട്ട് കഴിയുന്നത്. The shift from traditional agricultural method to modern agricultural method using new technology is remarkable. അതായത് പഴയ ആ ഒരു ടെക്നോളജിയിൽ നിന്നും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രഡീഷണൽ അഗ്രികൾച്ചറൽ മെത്തേഡ് ഫോളോ ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്നും ഹൈടെക് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജിയിലേക്ക് മാറുക, അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. Technology has taken on the challenges of agriculture and adopted innovative methods to increase productivity. ഉൽപാദനം കൂട്ടാൻ വേണ്ടി പല പല തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഇവർ പുറത്തുവിടുന്നുണ്ട്. The main objective of technology in agricultural sector is to help farmers increase agricultural production. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു ടെക്നോളജീസ് ഒക്കെ അഗ്രികൾച്ചറൽ സെക്ടറിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റയൊരു ആൻസറേ ഉള്ളൂ. എന്താണ്? ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു കാര്യം നോക്കി വെക്കാം. ഇനി നോക്കിക്കേ, ഇവിടെ റെയിൻ ഷെൽട്ടറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. റെയിൻ ഷെൽട്ടറിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 12.15. നോക്കാം, റെയിൻ ഷെൽട്ടർ ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ റെയിൻ ഷെൽട്ടർ ഫാമിംഗ് അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു റൂഫ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. എ റെയിൻ ഷെൽട്ടർ ഈസ് എ റൂഫ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു മേൽക്കൂര, ഒരു റൂഫാണ് എന്ത്? റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത്. ബൈ യൂസിങ് ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ് ആസ് എ കനോപ്പി, the crops are protected from excessive rain while receiving the necessary sunlight for farming. ഫാർമിങ്ങിനുള്ള സൺലൈറ്റും കിട്ടും, പിന്നെന്താ? എക്സസീവ് റെയിൻ വൈൽ റിസീവ്,
ഒരുപാട് മഴയൊക്കെ പെയ്യുമ്പോൾ, ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ചെടിയൊക്കെ ചെടിയിലേക്ക് അതിശക്തമായി വെള്ളം വീഴുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ക്രോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ട്രാൻസ്പെറൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ. Rain shelter farming is suitable for achieving high production throughout the year even in adverse weather conditions. മോശമായ കാലാവസ്ഥയാണെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും നല്ല ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് റെയിൻ ഷെൽട്ടർ ഫാർമിംഗ് ആണ്. If every household has a rain shelter, vegetables required for the household can be cultivated in any season. എല്ലാ വീട്ടിലും ഓരോ റെയിൻ ഷെൽട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വീട്ടിലേക്ക് വേണ്ടിയ വെജിറ്റബിൾസ് ഏതൊരു സീസണിലും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞേനെന്നും കൂടി ഇവിടെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ. ഇനി നോക്കിക്കേ, പോളി ഹൗസ് ഫാമിങ്ങിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. പോളി ഹൗസും ഇതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റിംഗ് എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ബൈ പ്രൊട്ടക്റ്റിംഗ് ദ പ്ലാന്റ് ഫ്രം ഹീറ്റ്, റെയിൻ, കോൾഡ് ആൻഡ് സൺലൈറ്റ്. ചൂട്, പിന്നെ മഴ, തണുപ്പ്, സൂര്യതാപം, സൂര്യൻ്റെ പ്രകാശം, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെ ഒരു എൻവിയോൺമെൻറ്റ്, ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ പറയുന്നത്? ഗ്രീൻ ഹൗസ് അല്ലെ പോളി ഹൗസ് എന്ന് പറയുന്നത്. ഇതിലെ കൃഷിക്ക് പോളി ഹൗസ് ഫാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാർമിംഗ് എന്ന് പറയും. The method of cultivation is done in poly houses that are completely covered with polythene sheets. പോളിത്തീൻ ഷീറ്റ്സ് കൊണ്ട് മൊത്തമായിട്ട് കവർ ചെയ്ത പോളി ഹൗസുകളിലാണ് ഈ കൾട്ടിവേഷൻ നടക്കുന്നത്. അത്രയുള്ള അവിടെ പറയുന്നത്. ഇനി നോക്കിക്കേ, പ്രെസിഷൻ ഫാർമിങ്ങിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എ ടെക്നിക് ദാറ്റ് ഇനേബിൾസ് മാക്സിമം പ്രൊഡക്ഷൻ ബൈ പ്രൊവൈഡിങ് ഈച്ച് ക്രോപ്പ് വിത്ത് ദ റിക്വയർഡ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ ഒരു ചെടിക്ക് വളരാൻ വേണ്ടിയ കാര്യങ്ങളെയൊക്കെ നൽകിക്കൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കിനാണ് പ്രെസിഷൻ ഫാർമിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് എന്താണ്? ദിസ് മെത്തേഡ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ റെയിൻ ഷെൽറ്റേഴ്സ് ആൻഡ് ഓപ്പൺ ഏരിയാസ്. തുറസായ സ്ഥലങ്ങളിലും റെയിൻ ഷെൽറ്റേഴ്സിലുമൊക്കെ ഈ ഒരു പ്രെസിഷൻ ഫാർമിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വാട്ടറിൻ്റെ, ന്യൂട്രിയൻസിൻ്റെ അളവ് നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഒരുപാട് നഷ്ടം വരുന്നില്ല. പിന്നെ മെഷീനറിയുടെ യൂസ് നന്നായിട്ട് പറ്റും. പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് നല്ല രീതിക്ക് മാനേജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്രോ ഇറിഗേഷൻ നടക്കാം. ഇതിൻ്റെ കോമ്പോണൻസ് ആണ് പറയുന്നത്. മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണ്? മൈക്രോ ഇറിഗേഷൻ നടത്താം. ഫെർട്ടിഗേഷൻ എന്താണ്? ഫെർട്ടിഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസേഴ്സ് ത്രൂ ഇറിഗേഷൻ. ഇറിഗേഷനിലൂടെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡിനാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചു വരുമ്പോൾ അതറിയത്തില്ലെന്ന് ഇനി പറയല്. മൈക്രോ ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രിസിഷൻ ഫാർമിങ്ങിൻ്റെ മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രസകരമായിട്ടുള്ളൊരു ഫിഗർ കാണാൻ പറ്റും. അഗ്രി ബോട്ട്. അഗ്രി എന്ന് മീൻസ് അഗ്രികൾച്ചർ, ബോട്ട് മീൻസ് റോബോട്ട്. സോ അഗ്രികൾച്ചറൽ ബേസ്ഡ് ഉള്ള ഒരു റോബോട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ടൊമാറ്റോ ആണല്ലേ, നല്ല റൈപ്പണായിട്ടുള്ള പഴുത്ത ടൊമാറ്റോ ഒക്കെ അവരിങ്ങനെ പറിച്ചെടുക്കുകയാണ് ആ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നത്. എന്താണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിജിറ്റൽ ഫാമിങ്ങിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. This is a farming method that incorporates diverse technologies. പല സാങ്കേതിക വിദ്യകളെ ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഫാർമിംഗ് മെത്തേഡാണ് ഡിജിറ്റൽ ഫാമിംഗ്. ടെക്നോളജീസ് ഏതൊക്കെയാണ്? ബിഗ് ഡേറ്റ അനലൈസ് ടൂൾസ്. അതായത് വലിയൊരു ഡേറ്റ കൊടുത്താൽ അതിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ ഇത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും, ഇതുമായിട്ട് ബേസ് ചെയ്ത് എന്ത് ചോദിച്ചാലും അതിനറിയായിരിക്കും. നല്ല നോളജ് കിട്ടുന്ന ഒരു ബിഗ് ഡേറ്റ അനലൈസ്. അതുപോലെ എ ഐ അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.
പിന്നെ മെഷീൻ ലേണിംഗ്, മെഷീൻസിനെ പറ്റിയുള്ള പഠനം. പിന്നെന്താണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ്, പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, റോബോട്ടിക്സ്, അഗ്രികൾച്ചറൽ അഡ്വൈസറി ആപ്സ്. അഗ്രികൾച്ചറൽ അഡ്വൈസറി ആപ്സ് എന്ന് പറഞ്ഞാൽ ചില ആപ്പിലൊക്കെ ഇപ്പോൾ ആ ഒരു ചെടിയുടെ പടം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവരെന്ത് പറയും, ഇത് എന്തുകൊണ്ടാണ് ഇത് കേടായി പോയെന്ന് വെച്ചാൽ അതിന് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം, അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൗഡങ്ങ് കുറച്ചുകൂടി ഇടണം, അല്ലെങ്കിൽ അതിന് സൺലൈറ്റ് ഇത്രയും വേണ്ട, വാട്ടർ ഇത്രയും വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് പറഞ്ഞു തരും. ഇനി നോക്കിക്കേ, വെർട്ടിക്കൽ ഫാർമിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇനി വെർട്ടിക്കൽ ഫാർമിംഗ് നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, നമ്മുടെ ഏതായിരുന്നു, ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് വെർട്ടിക്കൽ ഫാർമിംഗ്. അതേ കാര്യം തന്നെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്, SSCയിലെ ഈ ഒരു ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. പക്ഷെ ഒറ്റ ഒരു കാര്യമുണ്ട്, എന്താ, അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയല്ല ഇതിൽ, ഇച്ചിരി വ്യത്യാസമുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തായാലും രണ്ടിലും മെയിനായിട്ട് പഠിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ഉണ്ട്, അത് മാത്രം ഓർത്തിനാ മതി. കൾട്ടിവേഷൻ എങ്ങനെയാണ് ഡൺ ആയിരിക്കുന്നത്, നടക്കുന്നതെന്ന് വെച്ചാൽ വെർട്ടിക്കലി സ്റ്റാക്ഡ് ലെയേഴ്സ് എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക അല്ലേ. വെർട്ടിക്കലി സ്റ്റാക്ഡ് ലെയേഴ്സ്, ഇങ്ങനെ വെർട്ടിക്കലി സ്റ്റാക്ഡ് ലെയേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. അത് ഓർത്ത് വെക്കണേ. Vertical farming is being used a viable way to produce food in cities due to urbanization and scarcity of agricultural land. This technology involves growing crops in vertically stacked layers or built-up areas. It uses hydroponics, aeroponics, aquaponics system to produce food year-round with a minimal water use. വെർട്ടിക്കൽ ഫാർമിംഗ് എന്ന് പറയുന്നത് ഒരു ഫാർമിംഗ് മെത്തേഡാണ്. ഇതിനകത്ത് അർബനൈസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ അഗ്രികൾച്ചർ വേണം. അവർക്ക് ചിലപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് ഒന്നും കാണത്തില്ല, അതിൻ്റെ ഒരു ക്ഷാമം കാണും, സ്കേർസിറ്റി കാണും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇത് യൂസ് ചെയ്യും. ഇതാവുമ്പോൾ ജസ്റ്റ് കുറച്ച് മെയ്ഡപ്പ് ഏരിയയോ അല്ലെങ്കിൽ ബിൽഡപ്പ് ഏരിയയോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണിത്. വെർട്ടിക്കലി സ്റ്റാക്ഡ് ലെയേഴ്സ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വപോണിക്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതുപോലെ ഒരു വർഷം മൊത്തം എടുക്കുകയാണെങ്കിലും കുറച്ച് വെള്ളമേ പോത്തുള്ളൂ, നല്ലവണ്ണം കൾട്ടിവേഷനും കിട്ടും, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിരിക്കും അവിടെ. അത്രയും മനസ്സിലായോ? ഇനിയുള്ളതാണ് ഓർഗാനിക് ഫാർമിംഗ്. Organic farming എന്താണ്? This is a farming method that relies on organic pesticides, compost, green manure, crop rotation, machinery and the like. Organic farming എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഇപ്പോൾ കമ്പോസ്റ്റ്, പിന്നെ ഗ്രീൻ മാനുവർ പച്ചില വളങ്ങൾ, ക്രോപ്പ് റൊട്ടേഷൻ, മെഷീനറി അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ഫാർമിംഗ് മെത്തേഡാണ് ഓർഗാനിക് ഫാർമിങ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ ഇത് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യും. സിന്തറ്റിക് കെമിക്കൽ പെസ്റ്റിസൈഡിനെയും ഒക്കെ ഇത് അവോയ്ഡ് ചെയ്യും. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ഓർഗാനിക്കലി മോഡിഫൈഡ് സീഡ്സ് ആർ നോട്ട് യൂസ്ഡ്. ഓർഗാനിക്കായിട്ട് മോഡിഫൈ ചെയ്തെടുത്ത സീഡൊന്നും ഇതിൽ ഉപയോഗിക്കില്ല. അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഒന്നും ഇതിൽ ഉപയോഗിക്കില്ല. എല്ലാം നാച്ചുറലാണ് ഓർഗാനിക് ഫാർമിങ്ങിൽ. ഇനി എന്താ കൊടുത്തിട്ടുള്ളത്? ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ CSA ഈസ് ആൻ അപ്രോച്ച് ടു ഹെൽപ്പ് ഫാർമേഴ്സ് കോപ്പ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം, ഇൻകം വരുമാനവും ഇൻക്രീസ് ചെയ്യണം, അഡാപ്റ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച്, റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അതൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത്. ഇനി നോക്കിക്കേ, ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഒരു മിനിറ്റ്. ഹാവ് യു സീൻ ദ ന്യൂസ് ഹെഡ്ലൈൻസ്? ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചു നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ അഫക്റ്റ് ദ അഗ്രികൾച്ചറൽ സെക്ടർ. പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ കാലാവസ്ഥയൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്? കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ട്. പിന്നെ
നോ സപ്ലൈ പ്രൈസ് ഫോർ പാഡി അനൗൺസ്ഡ്, നോ സപ്പോർട്ട് പ്രൈസ് ഫോർ പാഡി അനൗൺസ്ഡ്, ട്രയൽ പീരീഡ് ഫോർ ഫാർമേഴ്സ്. പിന്നെ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ക്രൈസിസിലാന്ന് പറഞ്ഞാൽ എന്താ, അവർ ഭയങ്കര പ്രശ്നത്തിലാണ്. എന്ത് പറ്റി? ലോൺ റീപേയ്മെൻറ്റ് ഡിഫോൾട്ടഡ്, ലോൺ തിരിച്ചടയ്ക്കുന്നത് എന്ത് പറ്റി? അത് നിന്നുപോയി. ഇനി സയൻറ്റിഫിക് ഇറിഗേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ നോക്കിക്കേ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ സ്കെയിൽ ഫാർമേഴ്സ് ഹു യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് cannot അഫോർഡ് ദ ഹൈ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഈ ചെറുകിട കർഷകർക്കൊക്കെ എന്ത് സാധിക്കില്ല? ഹൈ പ്രൈസിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ മേടിക്കാനായിട്ട് അവർക്കത് അഫോർഡബിൾ അല്ല. ഓക്കെ, ദ ഇനേബിലിറ്റി ടു ഫൈൻഡ് എ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അതായത് ഈ ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിലുണ്ടാവുന്ന കുഴപ്പങ്ങൾ അല്ലേ, അവർക്ക് പറ്റുന്നില്ലായിരിക്കും. പിന്നെ ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, വിലയൊക്കെ കൂടുന്നു. അങ്ങനെ ഇതൊക്കെ ഫാർമേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഘടനയിലുള്ള, മണ്ണിൻ്റെ വളക്കൂറിലുള്ള കുറവുകൾ, ഇതൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ വിത്തുകൾക്കൊക്കെ ഉയർന്ന വില, ഇതൊക്കെ കാര്യമാവും. പിന്നെന്താ, ഇതൊക്കെയാണ് ഫാർമേഴ്സിനെ ക്രൈസിസിലേക്ക് നയിക്കുന്നത്. അപ്പം ഇനി ഏതെങ്കിലുമൊക്കെ ഉണ്ട് എഴുതാനാണ്. അപ്പം നമ്മൾ എഴുതണ്ട, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് പഠിച്ചു പോയാൽ മതി. നെഗ്ലക്റ്റ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ്റെ കുഴപ്പം, പിന്നെ ക്രോപ്പ് ഫെയിലിയർ അങ്ങനെ ഉണ്ടാവും. പിന്നെ അഗ്രികൾച്ചറൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കടം, ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെന്താ ഇൻഅഡ്വക്കേറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച്, ലോൺ അവൈലബിലിറ്റിയും റീപേയ്മെൻറ്റ്, ലോൺ കിട്ടുന്നതും അതുപോലെ അത് അടയ്ക്കുന്നതും, ലോ പ്രൈസസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, പിന്നെ ഇൻഅഡ്വക്കേറ്റ് മെക്കാനിസം, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയുടെ വ്യത്യാസം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. We have come to know about the new agricultural trends and challenges faced by the agricultural sector. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? അഗ്രികൾച്ചറൽ സെക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അതിന് കാരണമാവുന്ന കാര്യങ്ങളും, പിന്നെ പുതിയ കുറേ അഗ്രികൾച്ചറൽ ഇന്നോവേറ്റീവായിട്ടുള്ള ട്രെൻഡുകളെ പറ്റിയൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതുപോലത്തെ ചലഞ്ചുകളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊണ്ടുവന്നിട്ട് കുറേ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം പതിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഇംഗ്ലീഷാണ്, ജസ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കാർഷിക മേഖലയെ വികസിതമാക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അതിനെ വികസനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഈ സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രികളെ പറ്റിയാണ്. നമുക്കറിയാം, വീട്ടിൽ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പം മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ പൊടിച്ച് പാക്കറ്റുകളിലാക്കി അതിന് നല്ല ലേബലൊക്കെ കൊടുത്ത് അത് കടകളിൽ കൊണ്ട് വിൽക്കുന്നവരുണ്ട്. പിന്നെ ഈ അച്ചാറുകൾ, ജ്യൂസുകൾ, പപ്പടം, അങ്ങനെ പല പല കാര്യങ്ങൾ അല്ലേ, അതൊക്കെ ഓരോ മാർക്കറ്റിംഗ് ആണ്, എല്ലാം കച്ചവടമാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്, കൊമേഴ്ഷ്യൽ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം എന്താ, യു ഹാവ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദ റോ മെറ്റീരിയൽസ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് പ്രൊഡക്ട്സ് ആർ ഫ്രം അഗ്രികൾച്ചറൽ റിസോഴ്സസ്. നമ്മുടെ കാർഷിക വിഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രികളൊക്കെ എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ നേരിടുന്ന പല പ്രോബ്ലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ഈ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിലും കോട്ടേജ് ഇൻഡസ്ട്രികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ചുറ്റുപാടുമുള്ള അത്രയും സ്ഥലത്തെ അഗ്രികൾച്ചർ റിസോഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 10 crore as an annual turnover of less than 50. ഒരുപാട് വരുമാനമോ പൈസയോ അങ്ങനെ വേണ്ടി അല്ലെങ്കിലും അത്യാവശ്യം നല്ല വരുമാനവും കിട്ടും. പിന്നെ നല്ല രീതിക്ക് നമ്മുടെ കഴിവുകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു പ്രചോദനമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ. എല്ലാവരും തുടങ്ങുന്നുണ്ട് പല പല കാര്യങ്ങൾ.
അല്ലേ? ഇനി കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ ചേർന്ന് അവരുടെ ആ ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്ന വിഭവങ്ങളൊക്കെ വെച്ച് ട്രഡീഷണൽ ടെക്നിക്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ എന്താ പറയുന്നത്, പ്രൊഡക്ട്സിനെ എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സാധാരണ ചെറിയ വീടുകളിൽ നടക്കുന്ന പരിപാടി. ഇനി കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ലേബർ ഫോഴ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അവരുടെ വീട്ടിലെല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി ഒരാൾ തന്നെയാണെങ്കിൽ നമ്മുടെ അധ്വാനത്തിൽ നിന്നാണ് ഇത്രയും കുഞ്ഞൊരു എമൗണ്ട് ആയാലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. അതൊക്കെ നമുക്ക് എന്താ അളക്കാൻ പറ്റാത്തതാണ്. എക്സാമ്പിൾ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിങ് വീവിങ്, കാർപ്പറ്റ് മേക്കിംഗ്, ലെതർ ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ എന്താ സ്മോൾ സ്കെയിൽ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ്, ഇതെല്ലാം ഇപ്പോൾ ഉണ്ടല്ലേ. ഇനി എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? അഗ്രോ പാർക്കിനെ പറ്റി ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അഗ്രോ പാർക്സ് ആർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് ഇൻ കേരള. കേരളയിലുള്ള എന്താ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്ന സെൻറ്ററുകളാണ് അഗ്രോ പാർക്ക് എന്ന് പറയുന്നത്. ഫാർമേഴ്സ് ഇൻകം അവർ നൽകും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ മൂല്യമുള്ള വസ്തുക്കളായിട്ട് മാറ്റും. പിന്നെന്താ, അഗ്രോ പാർക്സ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് ഈ ഒരു അഗ്രോ പാർക്സ് ഓപ്പറേറ്റ് ആവുന്നത്. അത്രേ അവിടെ പറയുന്നുണ്ട്. ഇനി അരിക്കനട്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പാള കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ചേഞ്ചിങ് ഫേസ് ഓഫ് അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പിനൊക്കെ എന്താ ഇപ്പോൾ നല്ല പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട് അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ളതിന്. പിന്നെ ഗവൺമെൻറ്റും കുറേ എൻകറേജ് നൽകുന്നുണ്ട്, അതായത് അവരെ കുറേ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ധൈര്യം നൽകുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, വേണ്ടിയ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്മോൾ സ്കെയിലും കോട്ടേജ് ഇൻഡസ്ട്രീസും ഇപ്പോൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ മൂല്യമുള്ള വസ്തുക്കളായിട്ട് മാറ്റുന്നുണ്ട്. അതും സിമ്പിൾ ടെക്നോളജീസ് ഉപയോഗിച്ച്, ഇപ്പോൾ ഗ്രൈൻഡിങ്, മില്ലിങ്, പിന്നെ പാക്കേജിങ് ഒക്കെ ഉപയോഗിച്ച് തന്നെ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇമ്പോർട്ടൻസ് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അരിക്കനട്ട്സ്, പെയ്ത്ത് പ്രൊഡക്ട്സ്, ഫുഡ് പ്രൊഡക്ട്സ്, ഫ്രൂട്ട് ബേസ്ഡ് പ്രൊഡക്ട്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അവർ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഹാൻഡ്ലൂം അല്ലെങ്കിൽ കൈത്തറിയെ പറ്റി കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊട്ടേഷൻ നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. ഐ ഡു റിഗാർഡ് സ്പിന്നിങ് ആൻഡ് വീവിങ് ആസ് എ നെസസറി പാർട്ട് ഓഫ് എനി നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന എല്ലാവരും എന്തറിയണം? ചർക്ക ഇങ്ങനെ സ്പിന്ന് ചെയ്യാനും വീവ് ചെയ്യാനും നെയ്യാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കൂടെ പഠിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചാൽ എന്ത് വലിയൊരു ചാപ്റ്റർ, ഇത് തീരുന്നുമില്ലല്ലോ. ഇത്രയും ഫാസ്റ്റായിട്ട് പോയിട്ട് ഇത് തീരുന്നില്ല ഗൈസ്. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ പഠിച്ചെഴുതുന്നു? നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ. പൊക്കുവാന്ന് വിചാരിക്കല്. ചില ചാപ്റ്ററൊന്നും വലിയ കഥ കാണത്തില്ല. അതായത് ഇപ്പോൾ ഹിസ്റ്ററി ചിലതൊക്കെ നല്ല നമ്മളെ എൻഗേജ് ആക്കുന്ന ചില കഥകളില്ലേ. ചില ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങളായിരിക്കും, കുറച്ചൊക്കെ കാണാപ്പാഠം പഠിക്കാനായിരിക്കും, കുറച്ച് മനസ്സിലാക്കി പഠിക്കാനായിരിക്കും. ഇതിനകത്ത് ഇതിപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊരു പിടുത്തവും ഇല്ലാത്ത ടൈപ്പായി പോയി. ഓക്കെ, എന്നാലും നമ്മൾ നല്ല രീതിക്ക് പഠിച്ചു പോവാം. ഇനി നോക്കിക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാക്കി. ഈ വേർഡ്സ് ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ഇത് നമുക്ക് ഹാൻഡ്ലൂമിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്നു. ഹാൻഡ്ലൂം ഇപ്പോഴത്തെ ഇന്ത്യയുടെ അൺഓർഗനൈസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റീസിലെ ഒരു വലിയൊരു സെക്ടർ തന്നെയാണ്. ഇതെന്താണ്? റൂറൽ ലൈഫാണ് ഇത് കൂടുതലും. ഇത് സെമി റൂറൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഴ്സ് ഓഫ് എക്കോണമിക് എംപവർമെൻറ്റ് ഫോർ വുമൺസ്. വുമൺസിനൊക്കെ സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി നൽകുക എന്നുള്ള, അവരെ ഒന്ന് സാമ്പത്തികമായിട്ട് സ്റ്റേബിളാക്കുക എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെന്താ പറയുന്നത്, ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ നമ്മുടെ കൺട്രിയുടെ ഇത് ചെറുതൊന്നും അല്ലല്ലേ. ഈ ഹാൻഡ്ലൂമിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രയ്ക്കുണ്ട്. ഇനി ട്രഡീഷണൽ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ കേരള അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ്ലൂം. പിന്നെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എങ്ങനെയാണ്? നമ്മുടെ കോയർ ഇൻഡസ്ട്രി പോലെ തന്നെ അതിനോടടുത്ത് തന്നെ ഉള്ള ഒരു പൊസിഷൻ വഹിക്കുന്ന ആളും കൂടാണ് ആര്? നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി.
ഇനി അഗ്രികൾച്ചറൽ മാർക്കറ്റ് പലതരത്തിലുണ്ട്. നമുക്ക് ലോക്കൽ മാർക്കറ്റ് അറിയാം. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുകയായിരിക്കുമേ. അവിടെ ചെന്നിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടിയത് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് എടുക്കും. ലോക്കൽ മാർക്കറ്റ്. ഇനി നമുക്ക് എങ്ങനെ കാണാം, ഇച്ചിരി കൂടെ നല്ല വെജിറ്റബിൾ ഷോപ്പായിട്ട് കാണും. വെജിറ്റബിൾസ് മാത്രം കിട്ടുന്ന വെജിറ്റബിൾ ഷോപ്പായിട്ട് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും ഇതിനെക്കാട്ടിൽ ഇത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഏതാ വഴി? ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്. അവിടെ നല്ല ഇതായിട്ട്, അവിടെ നല്ല പാക്ഡ് ഒക്കെ ആയിരിക്കും ചിലത്. അത് നമുക്ക് നല്ല നോക്കി ഇതായിട്ട് ക്വാളിറ്റി ഒക്കെ നോക്കി സെലക്ട് ചെയ്യാം. പിന്നെ വി എഫ് പി സി കെ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. വെജിറ്റബിൾ ഓൺലൈൻ മാർക്കറ്റിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ? ആ കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇമേജസ് ഒക്കെ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു പ്രോഗ്രസ് ഇതിൽ നിന്ന് തന്നെ അറിയാം. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. An agricultural market is a system for buying and selling agricultural products. കാർഷിക ഉൽപ്പന്നങ്ങളെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു സ്ഥലമാണ്, ഒരു സിസ്റ്റമാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. എഫിഷ്യൻ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ പ്രോഗ്രസ്സിന് കാരണമാവുന്ന അല്ലെങ്കിൽ വേണ്ടിയ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എഫിഷ്യൻ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്താണ്? ഇനേബിൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ടു ഏൺ ദ ബെസ്റ്റ് പോസിബിൾ ഇൻകം. ആ കൃഷി ചെയ്ത ആദ്യത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് ഏറ്റവും നല്ല വരുമാനം കിട്ടത്തക്ക പോലെയും അവർക്കൊരു നല്ലൊരു തുക കൊടുക്കുകയും ചെയ്യണം. അതൊക്കെ എന്തിൽ നടക്കുന്നുണ്ട്? നമ്മുടെ അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇനി ഫാർമേഴ്സ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന പോർഷൻ നോക്കാം. അതിനു മുമ്പ് ഇവിടെ കതിർ എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റി പറയുന്നുണ്ട്. കതിർ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ആപ്പ് ഈസ് ഡിസൈൻഡ് ടു ഹാർനസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ടു മേക്ക് ഫാർമിംഗ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസസ് സ്മാർട്ടർ. നമ്മുടെ ഫാർമിങ്ങിനെ കുറച്ചുകൂടെ എളുപ്പമുള്ളതാക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്പാണ്. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? വെതർ ഇൻഫർമേഷൻ കിട്ടും, ക്രോപ്പ് അഡ്വൈസറീസ്, മാർക്കറ്റ് ഇൻ്റലിജൻറ്റ് ഇൻഫർമേഷൻ, അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് ഇൻഫർമേഷൻ, പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡിനെ പറ്റിയൊക്കെ നമുക്കറിയാൻ പറ്റും. എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കാർഡും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ഒരു ഫാർമർ കണ്ടോ? ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ടു കോഓപ്പറേറ്റ് സൊസൈറ്റീസ്, ഡിജിറ്റൽ മാർക്കറ്റ്സിൽ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എക്സ്പോർട്ട് ചെയ്യാം, ഡയറക്റ്റ്ലി ടു കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാം, ടു റിട്ടൈൻ ട്രേഡേഴ്സ്, അങ്ങനെ പല ടു ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ. ഇങ്ങനെ കിടക്കുക. ഫാർമറിന് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ഇതൊന്ന് വിൽക്കാനായിട്ട്, മാർക്കറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് പറയുന്നത്. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് തൊട്ടിട്ടുള്ള ഭാഗം അടുത്ത ദിവസം നമുക്ക് എടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ്, ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിരുന്നു. കാര്യം വലിയ ചാപ്റ്റർ അല്ലേടാ, തീരാൻ കുറച്ച് പാടാണ്. നിങ്ങളുടെ സ്കൂളിലും നിർത്തിയാണോ എടുത്തത്, അതോ സ്പീഡിലാണോ പോയത്? എങ്ങനെയാണ്? ഇച്ചിരി പാടല്ലേ പഠിക്കാൻ? അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണേ. എന്നാൽ ശരി കേട്ടോ.